ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ചിന്മയം വ്യാപി യത്സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഹരി ഓം. കൃഷ്ണ, ഈ മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും നേരിട്ട് ബന്ധമുള്ള തികച്ചും റെലവൻ്റാണെന്ന് തോന്നുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പല ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് ഉത്തരം പറയുകയാണ്. ഇപ്പം ചുരുക്കി പറയുകയാണ്. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞവനല്ലേ കൃഷ്ണൻ? അതെ. പിന്നെ ഭീഷ്മരുടെ നേരെ ചക്രവുമേന്തി 2 തവണ കുതിച്ചതോ? എഴുത്തച്ഛന് വർണ്ണിക്കുന്നുണ്ട് ഇത് ഭംഗിയായിട്ട്, മൂലഗ്രന്ഥത്തിലുമുണ്ട്. ഈ പ്രതിജ്ഞാലംഘനം ശരിയോ, ന്യായീകരിക്കത്തക്കതോ? ആ ചോദ്യം നോക്കൂ. എങ്ങനെ ഉത്തരം പറയാതെ പോകും ഇതിനൊക്കെ? മഹാഭാരതത്തിൽ ഉദ്യോഗപൂർവത്തിൽ കാണാം. അയുധ്യമാനസംഗ്രാമേ ന്യസ്തശസ്ത്രോഹമേ കഥ. അയുധ്യമാനസംഗ്രാമേ ന്യസ്തശസ്ത്രോഹമേ കഥ. ഒരേ സമയത്ത് അർജുനനും ദുര്യോധനും യുദ്ധസഹായം അഭ്യർത്ഥിക്കാൻ ദ്വാരകയിൽ ചെന്ന സന്ദർഭം. ഒരു പക്ഷത്ത് അസ്ത്രമെടുക്കാതെ ഏകനായി നിൽക്കാമെന്ന്, തൻ്റെ നാരായണ സേനയെ ഒരക്ഷൗഹിണി പടയെ മറ്റവർക്ക് കൊടുക്കാമെന്നുമാണല്ലോ പ്രതിജ്ഞ. യാദവർക്ക് ഗുരു പാണ്ഡവാദിയൽ ഭേദമെന്തു നിരൂപിച്ചു നോക്കുകൽ, മോദമോടിവിടെ ആരു മുന്നിൽ വന്നാദരിക്കും അവരോടു ചേരണം. ദുര്യോധനൻ അക്ഷൗഹിണി പടയെ വരിച്ചു, അർജുനനോ നിരായുധനായ ഭഗവാനെ വരിച്ചു. ഇതൊക്കെ പ്രസിദ്ധമാണല്ലോ. 2 പേർക്കും തൃപ്തി വന്നു. 2 പേരും തിരിച്ചുപോയി. 3-ാം ദിവസവും 9-ാം ദിവസവും ഈ പ്രതിജ്ഞ ലംഘിക്കാൻ നിർബന്ധിതനാകുന്നുണ്ട് ഭഗവാൻ. യുദ്ധത്തിൻ്റെ 3-ാം ദിവസം ഉച്ചതിരിഞ്ഞ് പാണ്ഡവരുടെ പരാക്രമം തടുക്കാനോ താങ്ങാനോ സാധിക്കാതെ കൗരവപ്പട ചിന്നിച്ചെറി ഓടാൻ തുടങ്ങി. ഭീഷ്മ ദ്രോണാദികളൊക്കെ അവരെ തടുത്തു നിർത്താൻ ശ്രമിച്ചിട്ടും കൂട്ടാക്കാതെ ഓടി. ക്രുദ്ധനായ ദുര്യോധനൻ ഭീഷ്മരോട് പരാതിയും ശകാരവും. പാണ്ഡവരോടാണ് നിങ്ങൾക്കുള്ളിൽ താല്പര്യമെങ്കിൽ എന്തേ അത് നേരത്തെ പറഞ്ഞില്ല? എന്തിന് യുദ്ധത്തിനിറങ്ങി? അർത്ഥം, ചോറിവിടെയും കൂറവിടെയുമാണെങ്കിൽ യുദ്ധത്തിനിറങ്ങേണ്ടായിരുന്നു. ഞാൻ കർണനുമായി ആലോചിച്ചെല്ലാം ചെയ്യുമായിരുന്നു. ഭീഷ്മർ ആദ്യം ഒന്ന് പൊട്ടിച്ചിരിച്ചു. പിന്നെ കണ്ണുരുട്ടി ഗൗരവത്തിൽ, ദുര്യോധന, ഞാൻ എത്ര തവണ നിന്നോട് ആവർത്തിച്ച് പറഞ്ഞതല്ലേ, പാണ്ഡവരെ ജയിക്കാൻ എളുപ്പമല്ല, അസാധ്യം തന്നെയാണ്. കാരണം കൂടെ ആരുണ്ട്? ഭഗവാനുള്ളപ്പോൾ. എന്നാൽ ഇപ്പോൾ നീ നോക്കിക്കൊള്ളൂ, ഈ ദേവവ്രതൻ പാണ്ഡവരെ നിശേഷം മുടിക്കുന്നത്, കാൽനൂർക്ക് അയക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നൊരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. ഉടൽ പൂണ്ട അന്തകനെ പോലെ ഗംഗാപുത്രൻ. പാണ്ഡവസേന പേടിച്ചരണ്ട് ചിഹ്നിച്ചെറി. ഭഗവാൻ ഉള്ളിൽ കരുതി, ഇങ്ങനെ പോയാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ പാണ്ഡവസേന ഇല്ലാതാകും. അതുകൊണ്ട് പ്രതിജ്ഞ ലംഘിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. പ്രതിജ്ഞയിൽ കുടുങ്ങി പഴക്കേണ്ടതല്ല ഈ സമയം. അർജുൻ്റെ ഉള്ളിലാണെങ്കിൽ പിതാമഹൻ എന്ന ഭാവം വിട്ടിട്ടില്ല. ഒരു മൃദു സമീപനം, ആ ബഹുമാനം, പഴയ ഓർമ്മകൾ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. പാണ്ഡവരക്ഷ ധർമ്മരക്ഷ തന്നെയാണ്. ഭഗവാൻ ശത്രുനിഗ്രഹം താൻ തന്നെ നടത്താം എന്നുറച്ച് ചക്രവുമെടുത്ത് ഭീഷ്മരുടെ നേരെ കുതിച്ചു. ഒരു ഭൂകമ്പം പോലെ. വില്ലും കുലച്ച് നിൽക്കുന്ന ഭീഷ്മരോ ഒട്ടും കൂസലില്ലാതെ ഭഗവാനെ വരവേറ്റു. ഏഹി ഏഹി ദേവേശ ജഗന്നിവാസ നമോസ്തുതേ മാധവ ചക്രപാണേ ത്വയാ ഹതസ്യാപി മമാദ്യ കൃഷ്ണ ശ്രേയ പരസ്മിൻ ഇഹ ജയലോകേ സംഭാവിതസ്യ അന്ധകവൃഷ്ണിനാഥ ലോകൈസ്ത്രിഭിർവീര തവാഭിയാനാ. ഭാരതം ഉദ്ധരിച്ചാൽ കുറിക്കൊള്ളുന്നൊരു ദൃഷ്ടാന്തം കാണും. സിംഹോ ജിഘാംസന്നിവ വാരണേന്ദ്ര. കൊമ്പനാനയുടെ മസ്തകത്തെ ഇടിച്ചു തകർക്കാൻ കുതിക്കുന്ന ഒരു സിംഹത്തെ പോലെ ഭൂമി ഉലുക്കിക്കൊണ്ടുള്ള ഭഗവാന്റെ കുതിക്കൽ സർവരെയും അന്താളിപ്പിച്ചു, ഭയചകിതരാക്കി.
ഭീഷ്മരുടെ ഭാവമോ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മൃത്യു സംഭവിച്ചാൽ സദ്യോമുക്തി ലഭിക്കും. ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് വേണ്ടത്? ഒരു മഹാഭാഗ്യമിതാ തന്നെ തേടി വന്നിരിക്കുന്നു എന്ന ഭാവത്തിൽ ഭഗവാൻ എന്നെ ഉടൻ ഗ്രഹിച്ചാലും എന്ന പ്രാർത്ഥന. അപ്പോഴേക്കും അർജുനൻ ഓടിയെത്തി. ചക്രം കയ്യിലേന്തി നിൽക്കുന്ന ഭഗവാനെ പിന്തിരിപ്പിച്ചു. പാർസാരഥി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ വീണ്ടും അർജുനൻ്റെ രഥത്തിൽ കയറി കടിഞ്ഞാൺ കയ്യിലെടുത്തു. ഇതേ സംഭവം ആവർത്തിക്കുന്നുണ്ട് 8-ാം ദിവസം 9-ാം ദിവസം. 8-ാം ദിവസം രാത്രി ദുര്യോധനൻ ഭീഷ്മരുടെ പടകുരത്തിലെത്തും. പടകുടീരത്തിൽ ആ പരാതിയും ശകാരവും ആവർത്തിക്കും. തനിയാവർത്തനം. ഭീഷ്മർ പറഞ്ഞു, ഭഗവാൻ തുണയുള്ള അർജുനനെ ജയിക്കാൻ ആർക്കാകും ദുര്യോധന? ആർക്കും ആവില്ല എന്നർത്ഥം. ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം മാലോകർ വാഴ്ത്തുന്ന ഒരു കൊടും യുദ്ധം ഞാൻ നാളെ ചെയ്യാം. പാണ്ഡവസേനയെ അരിഞ്ഞു വീഴ്ത്താം. 3-ാം ദിവസം നടന്നത് തന്നെ ആവർത്തിച്ചു. 9-ാം ദിവസവും അർജുനൻ ഭഗവാനെ പിന്തിരിപ്പിച്ചു. ഭഗവാൻ ചക്രവുമായി കൊതിച്ചു, അർജുനൻ പിന്തിരിപ്പിച്ചു. നോക്കൂ, പ്രതിജ്ഞാലംഘനം അധർമ്മമല്ലേ? അത് ആര് ചെയ്താലും, ഭഗവാൻ തന്നെ ആയാലും. എന്താ നിങ്ങളുടെ അഭിപ്രായം? പ്രതിജ്ഞാലംഘനം അധർമ്മം തന്നെ. സംശയം എന്താ? അധർമ്മമല്ലാതാവുമോ കൃഷ്ണൻ ചെയ്തുകൊണ്ടില്ല? ഭഗവാന് ഒരു അബദ്ധം പറ്റിയതാണോ? അല്ല എന്ന് വ്യക്തം. കാരണം ഭഗവാന് ഒരു റിഗ്രറ്റോ ഗിൽട്ടോ ഉണ്ടായിട്ടില്ല. ധർമ്മത്തിൻ്റെ ആൾരൂപമായ ഭഗവാനുണ്ടോ കുൽക്കം? മേരുരുവ അപ്രകമ്പന എന്ന പോലെ. പിന്നെയും ഭഗവാൻ ആയുധമെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. 13-ാം ദിവസം അഭിമന്യു അതിദാരുണമായി ചതിയിൽ കൊല്ലപ്പെട്ടപ്പോൾ അർജുനൻ പ്രതിജ്ഞ, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥൻ്റെ തല അരിഞ്ഞു വീഴ്ത്തും. അഥവാ അത് സാധിച്ചില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി ദേഹത്യാഗം ചെയ്യും. അന്ന് രാത്രി കൃഷ്ണൻ ഉറക്കം വന്നില്ല. കൗരവർ ജയദ്രഥനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. അർജുനന് വിട്ടുകൊടുക്കില്ല. ഭഗവാൻ സാത്വിയെ വിളിച്ച് ഓർഡർ കൊടുക്കുന്നുണ്ട്. ദേ, എൻ്റെ രഥം തയ്യാറാക്കണം നാളെ പ്രഭാതത്തിൽ. പാഞ്ചജന്യ മുഴക്കം കേട്ടാൽ ഓടിയെത്തണം. പിന്നെ ഞാനായിരിക്കും യുദ്ധം ചെയ്യുക. ചിന്തിച്ചുറപ്പിച്ച് പറയലും ഉള്ളിൽ ദൃഢനിശ്ചയമെടുക്കലും മറ്റുമല്ലേ പ്രതിജ്ഞ? പ്രതിജ്ഞ പുറത്തറിയിക്കാം, അറിയിക്കാതിരിക്കാം, ഉള്ളിൽ മാത്രവുമാകാം. പ്രതിജ്ഞാ ലംഘനം ശ്രേയോനാശകമല്ലേ? അധർമ്മമല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? താൻ രാജമകുടം ചൂടില്ല, ചെങ്കോലെടുക്കില്ല, രാജാധികാരം കയ്യാളില്ല, വിവാഹം കഴിക്കില്ല, പുത്രോൽപാദനം നടത്തില്ല എന്നൊക്കെ ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു. ദാശരാജൻ്റെ പൗത്രന്മാർക്ക് കിരീടാവകാശത്തിന് ഞാൻ തടസ്സമാകാതിരിക്കാൻ. ഉഗ്രശപഥം അനുഭവമായ ആത്മനിയന്ത്രണത്തിന് ഉത്തമ ദൃഷ്ടാന്തം തന്നെ. സത്യവതിയുടെ കുലം കുറ്റിയേറ്റു. പ്രതിജ്ഞയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു അല്ലേ? എന്താ പറയുക, ഒരു ഉദാഹരണം. വെള്ളപ്പൊക്കത്തിൽ വെള്ളം മുഴുവനായി മുങ്ങി നശിച്ചു. പിന്നെയും കാവൽക്കാരനവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ വിള കാക്കാൻ? വേണ്ടല്ലോ. വെള്ളമില്ലാത്തപ്പോൾ പിന്നെ എന്തിനാ വിളക്ക് കാവൽക്കാരൻ? ഭീഷ്മരുടെ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നു, കടിച്ചു തൂങ്ങി. സത്യവതി തന്നെ അഭ്യർത്ഥിച്ചിട്ടും ഒട്ടും അയവ് വരുത്തിയില്ല. തൻ്റെ തീരുമാനത്തിൽ ആത്മനിയന്ത്രണത്തെ ആത്മശ്രേയസ്സിനായുള്ള ഉപായമാക്കി മാറ്റി അദ്ദേഹം. അവിടെയാണ് കേമത്വം. ഒരു ദൃഷ്ടാന്തം നോക്കൂ. രോഗസമയത്ത് ട്രീറ്റ്മെൻറ്റ് കാലത്ത് ചില റെസ്ട്രിക്ഷൻസ്, ചില പഥ്യങ്ങൾ വിധിച്ചിരുന്നു ഡോക്ടർ. രോഗമൊക്കെ മാറി. അതിനുശേഷവും ആരോഗ്യത്തിന് അത് കൊള്ളാമെന്ന് കണ്ടപ്പോൾ രോഗം മാറിയ ശേഷവും ദിനേരിയായി അത് തുടരുന്ന പോലെ. സത്യവതി പുത്രന്മാർ മരിച്ച സ്ഥിതിക്ക് വംശം കുറ്റിയേറ്റ് സിംഹാസനം അനാഥമായി. ഇതൊക്കെ കണ്ടിട്ടും ഭീഷ്മർ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാമായിരുന്നു. എങ്കിലത് അധർമ്മമാകുമോ? ഭീഷ്മർ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറിയിരുന്നുവെങ്കിൽ അത് അധർമ്മമാകുമോ? അതാണ് ചോദ്യം. പ്രതിജ്ഞയുടെ അന്തസ്സത്ത നഷ്ടപ്പെട്ട ശേഷവും അതിൽ കടിച്ചു നിൽക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കൂ നല്ലപോലെ. എന്താ മറുപടി? ചിലപ്പോൾ പ്രതിജ്ഞ ലംഘിക്കൽ ധർമ്മമാകും. പ്രതിജ്ഞ ലംഘിക്കൽ ധർമ്മമാകും. മറ്റു ചില അവസരത്തിൽ പ്രതിജ്ഞ ലംഘിക്കാതിരിക്കൽ അധർമ്മവുമാകാം. മനസ്സിലായോ? വ്യക്തമല്ലേ? പ്രതിജ്ഞ ലംഘിക്കാതിരിക്കൽ അധർമ്മവുമാകാം. പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടോ ഈ ധർമ്മബോധത്തിൻ്റെ പ്രേരണ കൊണ്ടോ ഇതൊക്കെ നിസ്വാർത്ഥമായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അപകടമാവും. ഈ പറഞ്ഞത് അതേപടി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ സംശയം വേണ്ട. എന്ത് പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടോ അഥവാ ധർമ്മബോധത്തിൻ്റെ പ്രേരണ കൊണ്ടോ നിസ്വാർത്ഥമായിട്ട് ആണെങ്കിൽ സംശയം വേണ്ട, അത് ധർമ്മം തന്നെ.
ആ പ്രതിജ്ഞാലംഘനം ധർമ്മം തന്നെ. അപ്പോൾ ഒരു ചോദ്യം വരും, ശ്രീരാമൻ കൈകേയിയുടെയും ഭരതൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി, വസിഷ്ഠൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി പഞ്ചവടിയിൽ വെച്ച് രാജ്യഭാരം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഇപ്പം മനസ്സിൽ തോന്നിയതപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. യുദ്ധത്തിൽ പാണ്ഡവർ തോറ്റാൽ ധർമ്മമാണ് നോക്കുന്നത്. പാണ്ഡവരിൽ അത് നോക്കണം, ധർമ്മമാണ് നോക്കുന്നത്. ഇത് മാത്രമാണ് ഭഗവാന്റെ തീരുമാനത്തിൻ്റെ പിന്നിൽ. ധർമ്മത്തിന് തകർച്ച പറ്റാൻ പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഒട്ടും മടികൂടാതെ ഭഗവാൻ ചക്രവുമെടുത്ത് രണഭൂമിയിലേക്ക് കുതിച്ചത്. ഓങ്ങിയ കൈ ഉടൻ തന്നെ പിൻവലിച്ചു. ധർമ്മ സംരക്ഷണത്തിന് അത്യാവശ്യം എന്ന് തോന്നിയപ്പോൾ മാത്രം അത് ധർമ്മം മാത്രമാണ് എന്ന് സാരം. മറിച്ച് ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന തൻ്റെ പ്രതിജ്ഞയിൽ കടിച്ചു തൂങ്ങി നിന്നിരുന്നുവെങ്കിൽ പാണ്ഡവർ തോൽക്കും. അത് തന്നെ എന്ന് വെച്ചാൽ അധർമ്മം ജയിക്കും, ധർമ്മം തോൽക്കും. ദുർനീതിയുടെ വിജയമായിരിക്കും പിന്നീടുള്ള ഫലം. മനസ്സിലായില്ലേ? ഇതിനിട വരുത്തുന്നതല്ലേ അധർമ്മം. ചിന്തിക്കൂ. ആളുകൾ എന്ത് വിചാരിക്കും പറയും എന്നല്ല ചിന്തിക്കേണ്ടത്. സ്ഥൂലാർത്ഥത്തെ ത്യജിച്ച് സൂക്ഷ്മാർത്ഥത്തെ ഗ്രഹിക്കാൻ തയ്യാറാകണം. താൻ ഉദ്ദേശിച്ച കാര്യം നേടാൻ എന്തും ചെയ്യാം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ വിവക്ഷ. അത് മനസ്സിലാക്കണം. ഇത് മിസ്യൂസ് ചെയ്യാനിടയുണ്ട്. ഇത് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. പ്രതിജ്ഞാലംഘനം എന്ന വിഷയത്തിൽ ഉത്തരം ചുരുക്കി പറഞ്ഞു. ഇപ്പോൾ ഇത്ര മതി, പോരെ? കാര്യം വ്യക്തമായി എന്ന് തോന്നുന്നു. കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ്റെ ഈ വരികൾ ഭീഷ്മരെക്കുറിച്ചൊക്കെ ഉള്ളത് വളരെ രസമാണ്. നല്ല കവിതയാണ്. അമരകുലവരവസുഗണാധിപന്മാരുടെ അംശമായി ഉത്ഭവിച്ചുണ്ടായ ഭീഷ്മരെ അടരിൽ അരുതരു അസുരനികരം ഒരുമിക്കലും നാർക്കും ജയിക്കരുതെന്നറിയുമന്നവാ. പരശുധരൻ അരജകുലം അടയവെന്നീടുവോൻ പണ്ടെതിർത്തന്നു തോറ്റാൻ അറിഞ്ഞില്ലയോ. ആ 9-ാം ദിവസം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറയുന്ന കാര്യങ്ങൾ വളരെ ഗംഭീരമാണ്. ഞാൻ ഏതാണ്ട് കാര്യം വ്യക്തമാക്കിയല്ലോ. ഇനിയും പറയാനുണ്ട്. കാരണം യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ധർമ്മപുത്രരോട് ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ പറയുന്ന മറുപടി കൂടി ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അത് സന്ദർഭം വരുമ്പം പറയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി.